ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ചെമ്പനീർപ്പൂവ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി വഴക്കൂടുന്ന സമയത്ത് സാലറി കിട്ടിയാൽ ശ്രുതി എന്തായാലും ക്യാഷ് തിരിച്ചു തരുമെന്ന് പറയാണ്. ശ്രുതി പറയുന്ന സമയത്ത് സച്ചി പറയണം, അവൻ ഇതൊന്നും തരില്ല, അവന് സാലറി 10-ാം തീയതി കിട്ടാനും പോകുന്നില്ല. കാരണം എന്താണെന്നറിയാം, അവൻ എടുത്ത ആ പൈസയ്ക്ക് മുഴുവൻ അവൻ ഫുഡ് അടിച്ച് തീർത്തിട്ടുണ്ടാകും. പിന്നെ എവിടെ നിന്ന് സാലറി കിട്ടാനാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ശ്രുതിയെ കളിയാക്കാണ്. ഇതൊക്കെ കേട്ടെന്ന് വിമല പറയണ, ശ്രുതി നീ ഒരു കാര്യം ചെയ്യും, നീ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് ആ പൈസ തിരിച്ചു കൊണ്ടുവന്ന് താന്ന് പറഞ്ഞിട്ട് വിമല ശ്രുതിയോട് പറയാണ്. ശ്രുതിയോട് പറയുന്ന സമയത്ത് ഇത് കേട്ട് നിന്ന് ശ്രുതിയുടെ അച്ഛൻ പറയണ, വേണ്ട അവർ ആഗ്രഹിച്ചല്ലെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറയും, വേണ്ട അങ്കിൾ, ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ക്യാഷ് തിരിച്ചു കൊണ്ടുവരാൻ നല്ലത് എന്ന് പറയുന്നത് ശ്രുതിയോട്. ശ്രുതിയും പറയുന്നു, ശ്രുതി പോയിട്ട് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ക്യാഷ് തിരിച്ചിട്ട് വായോ എന്ന് പറയാണ്. എന്നിട്ട് ശ്രുതി മോളിക്ക് കയറിപ്പോയ സമയത്ത് ശ്രുതി പൂമുഖത്ത് വന്നിങ്ങനെ ആലോചിക്കുമ്പോൾ വിമല വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നീ ആലോചിക്കണം? അല്ലമ്മ, ഞാൻ 10 കോടിയുടെ ഒരു ബിസിനസ് തുടങ്ങിയാലെന്ന് ആലോചിക്കുക എന്ന് പറയാണ്. അപ്പോൾ വിമല ആശ്ചര്യത്തോടെ, എനിക്ക് പൈസ ഉണ്ട്, 10 കോടിയുടെ ബിസിനസ് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചത് സത്യം എന്ന് വെച്ചാൽ അമ്മ എന്നെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കരുത്. ഞാനിപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ക്യാഷ് അമ്മയ്ക്ക് തിരിച്ചേൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടു ചെലവിന് ക്യാഷ് തരാമെന്ന് ശ്രുതി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ശ്രുതിക്ക് എങ്ങനെ ക്യാഷ് കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ടെൻഷനിലാണ് ഞാനെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിമല പറയുകയാണ്, എത്രയും പെട്ടെന്ന് നീ എൻ്റെ ക്യാഷ് തിരിച്ചു കൊണ്ടുവന്നത് ആ ഫിനാൻസുകാർ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് ഒരു സമാധാനവും ഇല്ല. പിന്നെ എത്രയും പെട്ടെന്ന് നീ ഒരു ജോലി ശരിയാക്കിയിട്ടില്ലെങ്കിൽ നീ എൻ്റെ വേറൊരു മുഖം കാണുമെന്ന് പറഞ്ഞിട്ട് വിമല അകത്തേക്ക് പോവാണ്. റെസ്റ്റോറൻറ്റിൽ ശ്രീകാന്തിനെ കാണാൻ പോയേക്കാണ് വർഷ. ആ സമയത്ത് ശ്രീകാന്തിനെ കാണുമ്പോൾ ഓടി വന്നിട്ട് ശ്രീകാന്തിനെ കെട്ടിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, അയ്യോ വർഷ, നീ എന്തായി ചെയ്യണ, ആൾക്കാരൊക്കെ കാണില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അതിനെന്താ, നിന്നെ ഹഗ്ഗല്ലേ ചെയ്തുള്ളൂ, ഉമ്മയൊന്നും തന്നില്ലല്ലോ എന്ന് ചോദിക്കണം ശ്രീകാന്തിനോട്. ശ്രീകാന്ത് പറയാം, ഒരിക്കൽ തന്നതല്ലേ, അതന്നെ ധാരാളം എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും വർഷയോട്, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കും. പറയാം, എനിക്കൊന്നും വേണ്ട പറഞ്ഞു. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനോട് ചോക്ലേറ്റ് കേക്കിന് ഓർഡർ കൊടുത്തിട്ട് വർഷയോട് സംസാരിച്ചിരിക്കുക. അപ്പോൾ ഇവരുടെ ഓപ്പോസിറ്റ് ഒരു കപ്പിൾസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പിൾസിനെ നോക്കിയിട്ട് ശ്രീകാന്ത് വർഷയോട് ചോദിക്കുകയാണ്, അവർ മാരീഡ് കപ്പിൾസ് ആണോ അതോ കാമുകമാരാണോ, എന്താണ് നിനക്ക് തോന്നുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ വർഷ അവർ നോക്കിയിട്ട് പറയും, എന്തായാലും ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ താലിയില്ല, അപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല, കാമുകമാരാണ്, 100% ഉറപ്പാന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണ സംഭവം, അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല, പക്ഷേ അവർ ലിവിങ് ടുഗദറാണ്, ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ സ്ഥിരം കസ്റ്റമേഴ്സാണെന്ന് പറയാം. അപ്പോൾ വർഷയോട് ചോദിക്കുകയാണ്, വർഷ നിനക്ക് ലിവിങ് ടുഗദറാണോ ഇഷ്ടം, മാരീഡ് ലൈഫാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയാണ്, ലിവിങ് ടുഗദറാണ് ഏറ്റവും കൂടുതൽ നല്ലത്, അതിലാകുമ്പോഴത്തെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സെറ്റാവില്ല, അതുകൊണ്ട് എനിക്ക് മാരീഡ് ലൈഫാണ് നല്ലത്, നീ എത്രയും പെട്ടെന്ന് കല്യാണത്തിൻ്റെ കാര്യം ആലോചിച്ചോളൂ എന്ന് പറയാണ് ശ്രീകാന്തിനോട് വർഷ. ചന്ദ്രോദയത്തിൽ ശ്രുതി തുണികളൊക്കെ വാരി അലമാറയിലേക്ക് വെച്ച് മടക്കി വയ്ക്കുമ്പോൾ ശ്രുതി ഓടി വന്നിട്ട്, ശ്രുതി ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാൻ വേണ്ടി ശ്രുതിയുടെ കയ്യും പിടിച്ചിട്ട് താഴത്ത് ഹോളിലേക്ക് ചെല്ലുകയാണ്. ഹോളിലേക്ക് ചെന്നിട്ട് എല്ലാവരും വിളിച്ച്, അച്ഛാ സച്ചിയിൽ ഇവിടെ, അവൻ്റെ ഭാര്യയിൽ ഇവിടെ, അമ്മ എല്ലാവരും കൂടി എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു വരുന്നത്. അപ്പോൾ എല്ലാവരും വരുന്ന സമയത്ത് ശ്രുതിയോട് സച്ചി വന്നിട്ട് ചോദിക്കുക, എന്താണ് അത്ര വലിയ കാര്യം പറയാനുള്ളത്, നീ വലിയ ഡയലോഗ് അടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ, നീ എന്താണ് പറഞ്ഞത്, ഞാൻ കിഴങ്ങനാണ് പോങ്ങനാണ്, എനിക്ക് ഒന്നിനും കഴിവില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ പൈസ തിരിച്ചേൽപ്പിക്കാൻ വരികയാണെന്ന് പറയണം. അപ്പോൾ സച്ചി പറഞ്ഞു, അച്ഛൻ്റെ പൈസ ചിലപ്പോൾ നീ എടുത്തതല്ലല്ലോ, അമ്മ തന്നതാന്നല്ലേ പറഞ്ഞത്, അതെങ്ങനെയായാലും ഞാൻ ആ പൈസ തിരിച്ചേൽപ്പിക്കാൻ വന്നതാണെന്ന് പറയണം. എന്നിട്ട് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതിയോട്, ശ്രുതി ഹണിമൂൺ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോ? ക്യാൻസൽ ചെയ്തു എന്ന് പറയാണ് ശ്രുതി. എന്നിട്ട് ഈ പൈസ എടുത്തിട്ട് അച്ഛന് കൊടുക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, ഈ ടോപ്പിക്ക് എല്ലാം ഇവിടെ അവസാനിച്ചു, ഇതിൻ്റെ പേരിൽ ആരും ഒരു ചർച്ച വേണ്ടെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിന്നുണ്ടായിരുന്ന രേവതി പറയാണ്, എങ്ങനെ ഈ ടോപ്പിക്ക് അവസാനിക്കും, ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ അനിയനും സഹിച്ച അപമാനം എങ്ങനെ തീരും, എന്നെ നിങ്ങളെല്ലാവരും എന്തെല്ലാം പറഞ്ഞു, എൻ്റെ വീട്ടുകാർ നിങ്ങളെന്തെല്ലാം പറഞ്ഞ് അപമാനിച്ചു,